കുട്ടികളുടെ ശാരീരികവും മാനസികവും സാമൂഹികവുപരമായ വളർച്ചയിൽ കളികൾക്കുള്ള പങ്ക് വളരെ സുപ്രധാനമാണ്. കുട്ടികൾ ചുറ്റുമുള്ള ലോകത്തെ അറിയുന്നതും പഠിക്കുന്നതും കളികളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനെ കളികൾ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. കുട്ടികളുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അവരുടെ ബുദ്ധിവികാസത്തിനനുസരിച്ച് അവരുടെ കളികളുടെ രീതിയിലും മാറ്റങ്ങൾ വരുന്നുണ്ട്. അമേരിക്കൻ സൈക്കോളജിസ്റ്റായ മിൽഡേർഡ് പാട്ടൺ 6 സ്റ്റേജസ് ഓഫ് പ്ലേയെ പറ്റി പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് അൺഒക്യുപ്പൈഡ് പ്ലേ. ജനിച്ച് കുറച്ചുനാൾ കഴിഞ്ഞ കുട്ടികൾക്ക് ശബ്ദമുണ്ടാക്കുന്ന കളിസാധനങ്ങൾ വെച്ച് കളിപ്പിക്കാറുണ്ട്. ഇത് അവരുടെ സെൻസറി മോട്ടോർ ഡെവലപ്മെന്റിനെയും ബ്രെയിൻ ഡെവലപ്മെന്റിനെയും വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് സോളിറ്ററി പ്ലേ. 2 വയസ്സ് മുതലുള്ള കുട്ടികൾ ഒറ്റയ്ക്കിരുന്ന് കളിക്കാൻ തുടങ്ങുന്നു. ഇത് അവരുടെ ക്രിയേറ്റിവിറ്റി, ഫോക്കസിംഗ് ഇവയൊക്കെ വർദ്ധിപ്പിക്കുന്നു. മൂന്നാമതായിട്ട് ഓൺലുക്കർ പ്ലേ. ഇതിലൂടെ കുട്ടികൾ മറ്റുള്ളവരെ അനുകരിച്ച് കളിക്കാൻ തുടങ്ങുന്നു. നാലാമത് പാരലൽ പ്ലേ. 2 വയസ്സ് മുതലുള്ള കുട്ടികൾ പാരലൽ പ്ലേ കളിച്ചു തുടങ്ങുന്നുണ്ട്. അടുത്തതായിട്ട് അസോസിയേറ്റീവ് പ്ലേ. ഒരു 3-4 വയസ്സാവുമ്പോഴേക്കും കുട്ടികൾ മറ്റുള്ളവരുമായി അസോസിയേറ്റ് ചെയ്ത് കളിക്കാൻ തുടങ്ങും. ഇതിലൂടെ അവരുടെ സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ആവുന്നു. അവസാനമായി കോപ്പറേറ്റീവ് പ്ലേ. ഒരു 11 വയസ്സ് മുതൽ 13 വയസ്സ് വരെ കുട്ടികൾ നിയമങ്ങൾക്കനുസൃതമായി ബുദ്ധിവികാസത്തിനനുസരിച്ചിട്ട് കളിക്കുന്നു.